ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള PSC എക്സാം ടോപ്പർ. കേരള PSC എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അടിമവംശവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ്സാണ്. നമുക്കെല്ലാവർക്കും അറിയാം, PSC പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് അടിമവംശം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിനെപ്പറ്റി വ്യക്തമായി നോക്കിക്കാണാം. ആദ്യമേ റിക്വസ്റ്റ്, ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അടിമവംശം. ഇന്ത്യ ഭരിച്ച ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. ഇന്ത്യ ഭരിച്ച ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാലൂക്ക് രാജവംശം എന്ന പേരിലും അടിമവംശം അറിയപ്പെടുന്നു. അടിമവംശം അറിയപ്പെടുന്ന മറ്റുള്ള പേരുകളാണ് ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാലൂക്ക് രാജവംശം എന്ന പേരിലും അടിമവംശം അറിയപ്പെടുന്നു. കുത്തബ്ദീൻ ഐബക്കാണ് അടിമവംശ സ്ഥാപകൻ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുത്തബ്ദീൻ ഐബക്കാണ് അടിമവംശ സ്ഥാപകൻ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക്. ലാഹോർ തലസ്ഥാനമാക്കിയാണ് കുത്തബ്ദീൻ ഐബക്ക് ഇന്ത്യ ഭരിച്ചത്. ലക്ബാഷ്, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്ന കുത്തബ്ദീൻ ഐബക്ക് അറിയപ്പെടുന്നു. ലാഹോർ തലസ്ഥാനമാക്കിയാണ് കുത്തബ്ദീൻ ഐബക്ക് ഇന്ത്യ ഭരിച്ചത്. ലക്ബഷ്, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്ന പേരിലും കുത്തബ്ദീൻ ഐബക്ക് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയായ ഡൽഹിയിലെ കുവൈത്ത് ഉൽ ഇസ്ലാം പള്ളി, അജ്മീറിലെ അദായി ദിൻ ക ജോൺപ്ര എന്നിവ നിർമ്മിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. കുത്തബ്ദീൻ ഐബക്കിൻ്റെ രണ്ട് പ്രധാന നിർമ്മിതികളാണ് ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയായ ഡൽഹിയിലെ കുവൈത്ത് ഉൽ ഇസ്ലാം പള്ളിയും അജ്മീറിലെ അദായി ദിൻ ക ജോൺപ്രയുമാണ് കുത്തബ്ദീൻ ഐബക്ക് നിർമ്മിച്ചത്. കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹസൻ നിസാമി രചിച്ച താജ് ഉൽ മാസിർ. കുത്തബ്ദീൻ ഐബക്കിൻ്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. ശ്രദ്ധിക്കുക, കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹസൻ നിസാമി രചിച്ച താജ് ഉൽ മാസിൻ. കുത്തബ്ദീൻ ഐബക്കിൻ്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. പോളോ കളിക്കിടെ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താനാണ് കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്കിനെ തുടർന്ന് ഡൽഹിയിൽ അധികാരമേറിയത് ആരാം ഷയാണ്. പോളോ കളിക്കിടെ കുതിരപ്പുറത്ത് നിന്നാണ് ഡൽഹി സുൽത്താൻ ആയ കുത്തബ്ദീൻ ഐബക്ക് മരിച്ചത്. കുത്തബ്ദീൻ ഐബക്കിനെ തുടർന്ന് ഡൽഹിയിൽ അധികാരമേറിയത് ആരാം ഷയാണ്. ബദയൂമിലെ ഗവർണറായിരുന്ന ഇൽതുമിഷ് ബാഗ് ഈ ജൂത് മൈതാനത്ത് വെച്ച് ആരാം ഷയെ പരാജയപ്പെടുത്തി അടിമവംശത്തിലെ അടുത്ത രാജാവായി. പിന്നീട് വന്ന രാജാവാണ് ഇൽതുമിഷ്. ബദയൂമിലെ ഗവർണറായിരുന്ന ഇൽതുമിഷ് ആണ് ബാഗ് ഈ ജൂത് മൈതാനത്ത് വെച്ച് ആരാം ഷയെ പരാജയപ്പെടുത്തി അടിമവംശത്തിലെ അടുത്ത രാജാവായി. ലാഹോറിൽ നിന്നു തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഇൽതുമിഷാണ്. ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഇൽതുമിഷാണ്. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ബാഗ്ദാദിലെ ഖലീഫ ഇൽതുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താനി അസം. ശ്രദ്ധിക്കുക, നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ബാഗ്ദാദിലെ ഖലീഫ ഇൽതുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താനി അസം. നൽകിയത്
ബാഗ്ദാദിലെ ഖലീഫയാണ് ഇൽതുമിഷിന് നൽകിയ പ്രത്യേക ബഹുമതിയാണ് സുൽത്താൻ ഇ അസം ബഹുമതി. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഡൽഹി ഭരിച്ച അടിമവംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ, ഭഗവത് ദാസന്മാരുടെ സഹായി എന്നീ പേരുകളിലും ഇൽതുമിഷ് അറിയപ്പെടുന്നു. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഡൽഹി ഭരിച്ച അടിമവംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ, ഭഗവത് ദാസന്മാരുടെ സഹായി എന്നീ പേരുകളിലും അറിയപ്പെടുന്നതാണ് ഇൽതുമിഷ്. ഇൽതുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം തങ്ക, ചെമ്പു നാണയം ജിറ്റാൽ. ശ്രദ്ധിക്കുക, ഇൽതുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം അറിയപ്പെടുന്നത് തങ്ക എന്ന പേരിലും ചെമ്പു നാണയം അറിയപ്പെടുന്നത് ജിറ്റാൾ എന്ന പേരിലുമാണ്. ഭരണത്തെ സഹായിക്കാൻ ചലീസ ടർക്കിഷ് 40 എന്ന പ്രഭു സഭയ്ക്ക് രൂപം നൽകിയ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ഭരണത്തെ സഹായിക്കാൻ ചാലിസ എന്ന പ്രഭു സഭയ്ക്ക് രൂപം നൽകിയ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ഇൽതുമിഷിന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ്ഥാൻ. ചെങ്കിസ്ഥാൻ ആക്രമണം നടത്തിയത് AD 1221 ചെങ്കിസ്ഥാന്റെ യഥാർത്ഥ പേര് തെമൂചീൻ എന്നാണ്. ഇൽതുമിഷിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സിലാണ്. ശ്രദ്ധിക്കുക, ഇൽതുമിഷിന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ്ഥാൻ. ചെങ്കിസ്ഥാന്റെ യഥാർത്ഥ പേര് തെമൂചീൻ എന്നാണ്. ഇൽതുമിഷിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സിലാണ്. കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. പണി പൂർത്തിയാക്കിയത് ഇൽതുമിഷാണ്. സൂഫി സന്യാസിയായിരുന്ന കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥമാണ് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത്. കുത്തബ് മീനാറിന്റെ ഉയരം 237.8 അടിയാണ്. കുത്തബ് മീനാറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. എന്നാൽ കുത്തബ് മീനാറിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽതുമിഷാണ്. സൂഫി സന്യാസിയായിരുന്ന കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥമാണ് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത്. കുത്തബ് മീനാറിന്റെ ഉയരം 237.8 അടിയാണ്. ഇൽതുമിഷിനെ തുടർന്ന് ഡൽഹി സിംഹാസനത്തിൽ അധികാരമേറിയത് റസിയ സുൽത്താനയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഭരണാധികാരിയും ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയുമാണ് റസിയ സുൽത്താന. റസിയ സുൽത്താന റസിയെ വിവാഹം കഴിച്ചത് മാലിക് അൽത്തൂനിയാണ്. ഇൽതുമിഷിനെ തുടർന്ന് ഡൽഹി സിംഹാസനത്തിൽ അധികാരമേറിയത് റസിയ സുൽത്താനയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഭരണാധികാരിയായും ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയുമാണ് റസിയ സുൽത്താന. സുൽത്താന റസിയയെ വിവാഹം കഴിച്ചത് മാലിക് അൽത്തൂനിയ ആണ്. രണ്ടാം അടിമ വംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നും ഉല്ലൂഖാൻ എന്നും അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. രണ്ടാം അടിമ വംശ സ്ഥാപകൻ ആയി അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നും ഉല്ലൂഖാൻ എന്നും അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഡൽഹി ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഡൽഹി ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. ആ ഗിയാസുദ്ദീൻ ബാൽബൻ തന്നെയാണ് നിണവും ഇരുമ്പും എന്ന
നയം സ്വീകരിച്ച അടിമവംശ സുൽത്താൻ. ശ്രദ്ധിക്കേണ്ടതാണ്, കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ തന്നെയാണ് പിന്നീട് നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ സുൽത്താൻ. സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയതും നവറോസ് എന്ന പെർഷ്യൻ പുതുവത്സരാഘോഷം ആരംഭിച്ചതും ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഇൽതുമിഷ് രൂപം നൽകിയ ചാലിസ നിർത്തലാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയതും നവറോസ് എന്ന പെർഷ്യൻ പുതുവത്സരാഘോഷം ആരംഭിച്ചതും ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഇൽതുമിഷ് രൂപം നൽകിയ ചാലിസ നിർത്തലാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ലാൽ മഹൽ അഥവാ ചുവന്ന കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബന്റെ കൊട്ടാരമായിരുന്നു. ഗിയാസുദ്ദീൻ ബാൽബന്റെ ശവകുടീരം ന്യൂഡൽഹിയിലെ മൊഹളയിൽ സ്ഥിതി ചെയ്യുന്നു. ലാൽ മഹൽ അഥവാ ചുവന്ന കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബന്റെ കൊട്ടാരമായിരുന്നു. ഗിയാസുദ്ദീൻ ബാൽബന്റെ ശവകുടീരം ന്യൂഡൽഹിയിലെ മൊഹ്ള സ്ഥിതി ചെയ്യുന്നു. അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് കൈക്കോബാദ്. അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് കൈക്കോബാദ്. താങ്ക് യു ഫ്രണ്ട്സ്.